നമസ്കാരം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന് ഡീപ് സ്റ്റേറ്റ് സഹായം ചെയ്തു കൊടുത്തത് ലോക ജനസംഖ്യയെ ക്രമീകരിക്കാനുള്ള അവരുടെ പുതിയ ലോകക്രമത്തിന്റെ ഭാഗമായിരുന്നു. അക്രമോത്സുകമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാപനം അരക്ഷിതാവസ്ഥയിലേക്കും അത് യുദ്ധത്തിലേക്കും നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഡീപ് സ്റ്റേറ്റ് വലിയ തോതിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ആയുധ സന്നാഹങ്ങൾ ഇത്തരം ശക്തികൾക്ക് നൽകി. അത് യുദ്ധങ്ങൾക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾക്കും വൻതോതിലുള്ള കുടിയേറ്റങ്ങൾക്കും കാരണമായി മാറി. ഇതുമൂലം ലോകമെങ്ങും ഇപ്പോൾ ഗുരുതര സാമൂഹിക പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു വരികയുമാണ്. ട്രംപിന്റെ വരവോടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന് പകരം മോഡറേറ്റ് ഇസ്ലാം എന്ന ആശയം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഒപ്പം മധ്യേഷ്യയിൽ അടക്കം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കാലിടറുകയും ഭാരതത്തിന്റെ സ്വാധീനം ഈ മേഖലകളിൽ കൂടുതൽ കരുത്തു നേടുകയും ചെയ്യും. ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് പ്രഷർ വാൾവായി പ്രവർത്തിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് രൂപം കൊടുത്ത മാതൃകയിൽ തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് മാർക്സിസത്തിനും രൂപം കൊടുത്തത്. ആഗോളതലത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിസ്റ്റ് ചൂഷണങ്ങൾക്കെതിരെ ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകളെ ഹൈജാക്ക് ചെയ്യാനും യഥാർത്ഥ പ്രതിഷേധം ഉയർന്നു വരാതിരിക്കാനുമുള്ള അവരുടെ ആലോചനയാണ് മാർക്സിസം എന്ന കപടശാസ്ത്രത്തിന്റെ പിറവിക്ക് കാരണമായത്. തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് ഇന്നോളം ലോക ജനതയെ നിർദ്ദയം ഡീപ് സ്റ്റേറ്റിന്റെ ചൂഷണത്തിന് എറിഞ്ഞുകൊടുക്കുകയും ഡീപ് സ്റ്റേറ്റിന് വെല്ലുവിളിയാകാൻ ഇടയുള്ള ബിസിനസ് സംരംഭങ്ങളെ തൊഴിലാളി സമരത്തിന്റെയോ പരിസ്ഥിതി പ്രശ്നത്തിന്റെയോ പേരിൽ പൂട്ടിക്കുകയും ചെയ്യുന്ന എന്നതായിരുന്നു മാർക്സിസം കൊണ്ട് ഡീപ് സ്റ്റേറ്റ് ഉദ്ദേശിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന് ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാരത വിരുദ്ധ നിലപാടുകളും മുതലാളിത്തത്തിനെതിരെ എന്ന് പറഞ്ഞ് കേരളത്തിലടക്കം കാട്ടിക്കൂട്ടിയ സമരാഭാസങ്ങളും വീണ്ടും പഠന വിധേയമാക്കേണ്ടതാണ്. ഒപ്പം ലോകമെങ്ങും വോക്കിസവും അർബൻ നക്സലിസവും പടർത്താനും അതുവഴി തങ്ങളുടെ മയക്കുമരുന്ന് കച്ചവട കാർട്ടലുകൾക്കുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കാനും അവരെ ലഹരിക്ക് അടിമകളാക്കാനും ഫ്രീ സെക്സ് പ്രചരിപ്പിച്ച് കുടുംബ ബന്ധങ്ങൾ തകർക്കാനും ഡീപ് സ്റ്റേറ്റിന് മാർക്സിസത്തിലൂടെ സാധിച്ചു. 3 നൂറ്റാണ്ടായി ഡീപ് സ്റ്റേറ്റ് പടുത്തുയർത്തിയ സാമ്രാജ്യം തുറന്നു കാട്ടപ്പെടുകയും എതിർക്കപ്പെടുകയുമാണിന്ന്. രാഷ്ട്രത്തിന്റെ പരമവൈഭവവും പരമാധികാരവും എന്ന ആശയം ലോകാധിപത്യം എന്ന ആശയത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ലോകം ഒരു കുടുംബമാണെന്നും എല്ലാവർക്കും സുഖമുണ്ടാവണമെന്നുമുള്ള ഭാരതീയ ആശയധാരയും ലോകമൊരു വിപണിയാണെന്നും അത് പരിധികളില്ലാതെ ചൂഷണം ചെയ്യാനും ലാഭമുണ്ടാക്കാനുമുള്ള ഇടമാണെന്നുമുള്ള ഡീപ് സ്റ്റേറ്റ് ആശയധാരയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭാരതം ജയിച്ചിരിക്കുന്നു. ചൂഷണത്തിലും ചതിയിലും വഞ്ചനയിലും അധിഷ്ഠിതമായ ഡീപ് സ്റ്റേറ്റ് ചിന്താ സരണിക്ക് പകരം സത്യം, ധർമ്മം, ദയ, നീതി എന്നിവയിൽ ഊന്നിയ പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപിനും വ്ളാദിമിർ പുടിനും കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇന്ന് ലോകത്തെ കാത്തിരിക്കുന്നത്.